പ്രബോധകരെന്ന് മനസ്സിലാക്കുന്ന പലരുടെയും പ്രഭാഷണങ്ങളാണ് കേൾക്കുന്നത്. പുതിയ യുവാക്കൾ, യുവതി യുവാക്കൾ വിശേഷിച്ച് ഒന്നിലധികം അനവധി ഭാഷകൾ, മനോഹരമായ സ്കോട്ടിഷ്, അതേപോലെ തന്നെ ബ്രിട്ടീഷ്, ഇംഗ്ലീഷ് ഒക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ, ഇവരൊക്കെ സുന്നികളും സൂഫികളും പഴയ പാരമ്പര്യത്തിലുമാണെന്ന് മനസ്സിലാക്കി അവരുടെയൊക്കെ പ്രഭാഷണങ്ങളെ ഏറ്റെടുത്ത് അത് കേരളത്തിൽ ഛർദ്ദിക്കാൻ തയ്യാറാവുമല്ലോ സ്വാഭാവികമായി. അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ പാരമ്പര്യത്തിന് എന്തർത്ഥം? പിന്നെ വിഡ്ഢികളാകുന്നത് ആരാണ്? കണ്ണിയത്ത്. പിന്നെ വിഡ്ഢികളാകുന്നത് ആരാണ്? ബഹുമാന ശംസുൽ ഉലമ. പിന്നെ വിഡ്ഢികളാകുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി, ഖുതുബി മുഹമ്മദ് മുസ്ലിയാരി. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ യശസ്വീരരായ വലിയ വലിയ പർവ്വത സമാനരായ ഉലമാക്കൾ കൃത്യമാക്കി ചെയ്തു വെച്ച ഒരു പഠനത്തിന്റെ ആ തീരുമാനങ്ങൾക്ക് നിന്ന് നമ്മൾ പുറകോട്ട് പോവുകയും എന്ന് മാത്രമല്ല, നമ്മൾ അറിയാതെ ബിദ്അത്ത്, തൈമിസം, വഹാബിസം, തൈമിസം നമ്മളിൽ വന്ന് ഈ ലോകത്തെ ഈ മനോഹരമായ പൂവാടി പോലെയുള്ള ഈ നാട് നരകഭൂമിയായി തീരാൻ എളുപ്പമുണ്ടല്ലോ. ലോകത്ത് തന്നെ അപൂർവമായി വിശ്വാസദാർഢ്യതയുള്ള നാടുകളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട കേരളം, മലബാർ വിശേഷിച്ച്. ഇങ്ങനെയുള്ള ഒരു പ്രദേശ ലോകത്തുണ്ടോന്ന് പോലും അപൂർവമാണ്. ഉണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലെ ചില ഭാഗങ്ങൾ, ചെച്ചിനിയയിലെ ചില ഭാഗങ്ങൾ, തുർക്കിയിലെ ചില ഭാഗങ്ങൾ, പിന്നെ ആഫ്രിക്കയിലെ ഉൾനാടുകളിൽപ്പെട്ട ചില ഗ്രാമങ്ങൾ, അവിടെയൊക്കെയുള്ള ചില ഒതുങ്ങിയ പണ്ഡിതന്മാരുടെ പ്രവർത്തനം അവിടെ നിലനിൽക്കുന്നു എന്ന് മാറ്റിവെച്ചാൽ ലോകത്ത് ഇത്ര ആദർശ പ്രതിബദ്ധതയും കൃത്യമായൊരു ഫ്രെയിമും ഉള്ള ഒരു ജനത ലോകത്ത് വേറെയില്ല. അത് 100 കൊല്ലം അടുക്കാൻ നിൽക്കുന്ന സമസ്ത ചെയ്തിട്ടുള്ള വളരെ കൃത്യമായ ഒരു സേവനത്തിന്റെ ഭാഗവുമാണ്. ഞാൻ പറഞ്ഞതിനൊക്കെ പ്രൂഫ് ആൻഡ് എവിഡൻസ് വളരെ കൃത്യമായി സമസ്തയുടെ തീരുമാനം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. എന്റെ ലക്ഷ്യം സമസ്തയുടെ മഹത്തായ പാരമ്പര്യം സംരക്ഷിക്കുക. ആയിരക്കണക്കായ കൊല്ലങ്ങളായി അഹ്ലുസുന്ന കേരളത്തിൽ നിലനിന്ന് വരുന്ന മഹിതമായ രീതികളെ സംരക്ഷിക്കുക. ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാക്കൾ പട്ടിണി കിടന്ന് ചെയ്ത സേവനങ്ങളെ കൃത്യമായി അന്ത്യനാൾ വരെ നിലനിർത്താൻ ശ്രമിക്കുക. അല്ലാതെ എന്ത് ലാഭത്തിന് വേണ്ടി, എന്ത് താല്പര്യത്തിന് വേണ്ടിയാണ്? നിങ്ങൾ ആത്മാർത്ഥമായി ഇത് ചിന്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രഭാഷണത്തിലെ ഏറ്റവും അപകടകരമായ ഭാഗം എന്തെന്നാൽ, നിങ്ങൾക്കിതൊക്കെ പറയാനുള്ള അധികാരം, നിങ്ങൾക്ക് ഇങ്ങനെ ഇന്നാൾ സുന്നിയാണ്, ഇന്നാൾ സുന്നിയല്ല, അത് ശരിയല്ല, ഇത് ശരിയാണ് എന്ന് പറയാനുള്ള അധികാരം ആരാണ് നൽകിയത് എന്ന വ്യക്തിപരമായി എന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഏതൊരു സുന്നി പ്രഭാഷകനോടുമുള്ള ചോദ്യമാണിത്. ധാരാളം സുന്നി പ്രഭാഷകർ ഇവിടെ ഉണ്ട്. അവർ ഇന്നാള് ചെയ്ത സുന്നി നിലപാടല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. ഇതാണല്ലോ സുന്നി പ്രഭാഷണം. അങ്ങനെയാണല്ലോ നമ്മൾ സമസ്ത ഉണ്ടാക്കിയ അന്ന് മുതൽ തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത്. അയാൾ പറഞ്ഞ ശരിയല്ല, അയാൾ ശരിയല്ല, ഇയാൾ പറഞ്ഞ നിലപാട്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാധാരണ ജനങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ പറയാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് നൽകിയത്? ഒരു പ്രഭാഷകന്, ഒരു സുന്നി പ്രഭാഷകന്, ഒരു സുന്നി സമൂഹത്തിലെ ആദർശം പറയുന്ന ഒരു പ്രഭാഷകന് അങ്ങനെ ഒരു ഇജാസത്ത് ആരെങ്കിലും കൊടുക്കാവുന്ന അങ്ങനെ വല്ല പരിപാടിയും പണ്ടുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ നിലപാടുണ്ടോ? അവരൊക്കെ അവരെ ഉസ്താദ്മാർ പ്രഭാഷണം പറയാൻ വേണ്ടി അയക്കും, അല്ലെങ്കിൽ അവരെ സാഹചര്യത്തിൽ അവർ പ്രഭാഷണം പഠിക്കും. പിന്നെ ആദർശ പ്രതിബദ്ധതയുള്ളവർ രാവും പകലും അത് തന്നെ പ്രസംഗിക്കും. അപ്പൊ എന്നോട് മാത്രമല്ല, നമുക്കൊക്കെ മുമ്പേ കടന്നു പോയ ആയിരക്കണക്കായ അഹ്ലുസുന്നയുടെ പ്രഭാഷണകരോട് കൂടിയുള്ള ഒരു ചോദ്യമായി പോയി. സത്യത്തിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരു നിലക്ക് ഞാനത് ശുഭമാണെന്ന് പറയുകയല്ല, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. 2010 എൻ്റെ ഓർമ്മ. ഒരു നിറഞ്ഞ ഒരു കേരളത്തിലെ ഇസ്ലാമിക സാമൂഹിക രംഗങ്ങളെ കുറിച്ചുള്ള ചില ചടുലമായ ചർച്ചകൾ നടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ചില അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ പണ്ഡിതന്മാര് ഇങ്ങനെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്ന എനിക്ക് ഓർമ്മയുണ്ട്. ആ സംസാരം തുടങ്ങുന്ന തുടക്കത്തിൽ തന്നെ ദുആ കഴിഞ്ഞ ഉടനെ എണീറ്റുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി. അല്ലാഹു ഫിർദൗസിൽ അഅലയുടെ വാതിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വളരെ സേവനം ചെയ്ത മഹാന്റെ ഖബറിന് അല്ലാഹു തുറന്നു കൊടുക്കുകയും അവരെയും നമ്മയും അല്ലാഹു തആല ഫിർദൗസിൽ അഅലയിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആ മഹാൻ ചർച്ച തുടങ്ങുന്ന മാത്രയിൽ എണീറ്റിന്ന് ഇങ്ങനെ പറഞ്ഞു: ഈ ചർച്ചകളൊക്കെ നമുക്ക് സംസാരിക്കാം, പക്ഷേ സുന്നി പറയരുത്. ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സുന്നി പറയരുത്, സുന്നി കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടെ ചർച്ച ചെയ്യാനോ തീരുമാനിക്കാനോ പാടില്ല. ഞങ്ങൾ സുന്നി പറയാൻ നടക്കുന്നവരാണ്.
ഞങ്ങൾ ആര് സുന്നി പറയും ആര് സുന്നി പറയില്ല അതും നിങ്ങൾ നോക്കേണ്ടതില്ല. ഞങ്ങളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമസ്തയുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും സുന്നത്ത് ജമാഅത്തിന് എതിര് കണ്ടാൽ പറയും. ആരുടെ മുഖത്ത് നോക്കിയും പറയും, എവിടെയും പറയും, എപ്പോഴും പറയും. അത് ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. പിന്നീട് ഒരിക്കൽ ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്, ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് ആഫിയത്ത് നൽകട്ടെ, ബഹുമാനപ്പെട്ടവർ ഇത് സംസാരിക്കുന്ന 1-2 വേദികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ മദ്രസ കുട്ടികൾ പോലും സുന്നി പറയും. സുന്നി പറയരുതെന്ന് ഒരാളും പറയാൻ പാടില്ല, ഞങ്ങൾ സുന്നി പറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ പണ്ട് ഞാൻ സമസ്തയുടെ 5ലും പഠിച്ചതാണ്, 6ലും പഠിച്ചതാണ്, 7ലും പഠിച്ചതാണ്. അതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. അതിന്റെ ഒക്കെ പുറമെ സമസ്തയുടെ ഉസ്താദ്മാർ ഓടിത്തന്നതാണ്. അതിന്റെ പുറമെ മുഷാവറംഗങ്ങളാണ് പല ഉസ്താദ്മാരും. ഇപ്പോഴും എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് MP മുസ്തഫൽ ഫൈലി, അള്ളാഹു ബഹുമാനപ്പെട്ടവർ ഇൽമിൽ വർദ്ധന നൽകുകയും വലിയ ഖൈർ അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യട്ടെ, ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവര് നിലവിൽ സമസ്ത മുഷാവറ അംഗമാണ്. അപ്പൊ സമസ്ത മുഷാവറ അംഗങ്ങളുടെ ഏത് കാലത്ത് എന്റെ ഉസ്താദ്മാരിൽ ഏതെങ്കിലും ഒരാൾ സമസ്ത മുഷാവറ അംഗം ആയിട്ടുണ്ട്. അപ്പൊ അവരുടെ നിലപാടാണ്. സമസ്ത മദ്രസയിൽ പഠിച്ച ആളുമാണ്. 5ാം ക്ലാസ്സിൽ പോലും പഠിച്ചാൽ ഏത് രംഗത്തും ഞങ്ങളുടെ കുട്ടികൾ സുന്നി പറയും. ആര് സുന്നിക്കെതിരെ പറഞ്ഞാലും മുഖം നോക്കാതെ ആരുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറയും എന്ന് നമ്മുടെ ഉലമാക്കൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണല്ലോ. ഇനി എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം വേണമെങ്കിൽ പറയാം. ഞാനിതിൽ വളരെ മഹ്സൂനായ ഒരാളാണ്. എന്റെ ഒരു കുടുംബത്തിൽ പിതാവിന്റെ ഒരു ഉത്തമ സ്നേഹിതൻ എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബത്തിലെ പ്രധാനപ്പെട്ട സ്ഥിരമായ ഒരു സന്ദർശകൻ, ഉപ്പായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹിബ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ബഹുമാനപ്പെട്ട മഹാനായ ഈ ഉമ്മ കണ്ട ഏറ്റവും വലിയ മുഖ്ലിസീങ്ങളിൽ ഒരാളായ മഹാനായ E.K. ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ, നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഒരു ആവശ്യത്തിന് 1981 മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു സാഹചര്യമാണ് അവരുടേത്. അന്ന് നാട്ടിൽ വന്നു. ഒരു ദിവസം പ്രഭാഷണം നടത്തി E.K. ഹസൻ മുസ്ലിയാർ. പിറ്റേന്ന് രാവിലെ വാപ്പ വന്ന് എന്നോട് പറഞ്ഞു, ഹസൻ മുസ്ലിയാർ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസൻ മുസ്ലിയാർ എന്നെ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ കുട്ടിയായ സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നല്ലാതെ അങ്ങനെ നമ്മളൊന്നും തമ്മിൽ, അവരൊക്കെ വലിയ ആളുകളല്ലേ, നമ്മൾ ചെറിയ കുട്ടി. ഞാൻ SSLC കഴിഞ്ഞ ഒരു സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ പഠിക്കാനോ ഓതാനൊന്നും അങ്ങനെ ഓതാൻ പോലൊന്നും അന്ന് ഉദ്ദേശമില്ല. മറ്റെന്തെങ്കിലും പഠിക്കണം, പിന്നെ ഉപ്പയെ സഹായിക്കണം, അങ്ങനെയൊക്കെയുള്ളൂ. വലിയൊരു ഓതാനും പഠിക്കാനൊന്നും പോകുന്ന ഒരു താല്പര്യവും അക്കാലത്ത് എനിക്കില്ല. അങ്ങനെ അസംസ്ലിയാര് എന്നെ വിളിച്ചു, നിർബന്ധിച്ച് ബാപ്പ എന്നെ കൊണ്ടുപോയി. അസംസ്ലിയാരുടെ റൂമിന്റെ മുന്നിൽ ഇരുന്നു. അവരിങ്ങനെ ഒരു കോതടി ഇട്ടിട്ടുണ്ട്. അതിലിങ്ങനെ എണീറ്റ് ഒരു കാല് മടക്കി കട്ടിൽ വെച്ചിട്ടുണ്ട്, ഒരു കാല് താഴെയും അങ്ങനെ ഇരിക്കുക. അപ്പൊ ചോദിച്ചു, എന്താ നിനക്ക് ഓതാൻ പോകലെന്നും ഉദ്ദേശമില്ലേ? പള്ളി ദർസിലൊക്കെ ഓതിയിരുന്നു, ഓത്തൊക്കെ നിർത്തിയോ? എന്താ ഓതാൻ പോകലെന്നും നിനക്ക് ഉദ്ദേശമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്ത വായിക്ക് തന്നെ പെട്ടെന്ന് ഞാൻ അറിയാതെ മറുപടി വന്നു. നിസ്കരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്, നോമ്പ് വെൽക്കാനും പഠിച്ചിട്ടുണ്ട്, ദീനിയായി ജീവിക്കാനും ഒക്കെ അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ മതിയാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അസംസ്ലിയാർ വളരെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല തർക്കിക്കാനൊക്കെ അറിയാലോ, ഏതായാലും നീ ബാപ്പാനെ സഹായിക്കാൻ നിൽക്കേണ്ട. എന്റെ ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചതിന് ബാപ്പയെ സഹായിച്ച് കച്ചവടം കൃഷിയൊക്കെ ആയിട്ട് ബാപ്പാനെ സഹായിക്കണം എന്നാണ്. എന്തുകൊണ്ട്? ബാപ്പാക്ക് വേറെ ആൺമക്കളില്ല, മരണം വരെ വേറെ ആൺമക്കളില്ല. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അസംസ്ലിയാർ പറഞ്ഞു, നിന്റെ വാക്കിൽ നല്ല തർക്കശാസ്ത്രമുണ്ടല്ലോ, സംസാരിക്കാനൊക്കെ കഴിയുമല്ലോ, എന്നാല് ഇനി ബാപ്പാനെ സഹായിക്കാനൊന്നും ഇവിടെ നിൽക്കേണ്ട. ബാപ്പാനെ വിളിച്ചു, അംസാജി നിങ്ങളെ സഹായിക്കാനൊന്നും ഇവൻ ഇവിടെ നിൽക്കേണ്ട, ഇവൻ കാസർഗോഡ് വരട്ടെ, ഞാൻ ഇവനെ സുന്നിസം പഠിപ്പിച്ചു കൊടുക്കാം, അഹ്ലുസുന്ന പഠിപ്പിച്ചു കൊടുക്കാം, ഇവനിൽ നല്ലൊരു ഭാവിയുണ്ട്, ഇവൻ നന്നായി സുന്നി പഠിച്ചാൽ സുന്നി പ്രസംഗിക്കാൻ ഇവന് കഴിയും, അതുകൊണ്ട് പഠിച്ചിട്ട് സുന്നി പ്രസംഗിക്കുക. ജനങ്ങളൊക്കെ വഴിതെറ്റിപ്പോകുന്ന ഈ കാലത്ത് സുന്നി പറയാനാണ് കൂടുതൽ ആൾ വേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഈ റമളാൻ കഴിഞ്ഞാൽ ഉടനെ കാസർകോട്ടേക്ക് വരിക, നമുക്ക് കാസർകോട്ട് നിന്ന് ഞാൻ നിനക്ക് കിതാബ് ഒറ്റി തരാം, സുന്നിയും പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അതോടുകൂടെ ഞാൻ കരഞ്ഞു ഇവര് നിനക്ക്. കാരണം അസംസ്ലിയാരാണ് എന്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ്. അസംസ്ലിയാരാണ്. അതായത് എനിക്ക് ഓതണം എന്ന ചിന്ത വന്നതും പഠിക്കണമെന്ന ചിന്ത വന്നതും അള്ളാന്റെ പരിശുദ്ധ കലാമും ദീനും അഹ്ലുസുന്നയും പഠിക്കണമെന്നും പ്രസംഗിക്കണമെന്നും എഴുതണമെന്നും
ഒക്കെയുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് മഹാനായ ഹസൻ മുസ്ലിയാർ. അതും ഹസൻ മുസ്ലിയാർ നിന്നെ പ്രസംഗിക്കാൻ പറ്റും, നിന്നെ സുന്നി പറയാൻ പറ്റും, അതുകൊണ്ട് നീ അങ്ങോട്ട് വന്ന ഹസൻ മുസ്ലിയാരെ ഞാൻ ഈ കേരളം മനസ്സിലാക്കുന്ന, കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്ലിസായ സുന്നി പ്രഭാഷകനാണ് ഹസൻ മുസ്ലിയാർ. മരിക്കുമ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നത സ്ഥാനത്താണ് ഹസൻ മുസ്ലിയാർ, മുഷാവറയിൽ, കേന്ദ്ര മുഷാവറയിൽ. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നുവടിയായ SYSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ. ഹസൻ മുസ്ലിയാർ വഫാത്തായതിനു ശേഷമാണ് പിന്നീട് നമ്മുടെ സദാത്തുക്കളും മറ്റുമൊക്കെ ആ രംഗത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഈ ഹസൻ മുസ്ലിയാർ ഈ ഉമ്മത്ത് കണ്ട, അതായത് അഹ്ലു സുന്നയുടെ ഒരു സമുദ്ധാരകൻ എന്ന് പറയാവുന്ന ഒരാൾ എന്റെ ആയുസ്സിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മഹാനായ ആൾ ഹസൻ മുസ്ലിയാരാണ്. എന്നെ സുന്നി പറയാൻ ഏൽപ്പിച്ചത് പൊന്നു സഹോദരങ്ങളെ ഹസൻ മുസ്ലിയാരാണ്. അവര് സമസ്തയുടെ അക്കാലത്തെ ഏറ്റവും മഹാനായ ഒരു നേതാവും അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ വക്താവും SYSന്റെ മരണം വരെ മരിക്കുന്ന സമയത്തും SYSന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ്. SYSന്റെ സുന്നി വൻ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായ ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുള്ള ഈ സുന്നികൾക്ക് ഇങ്ങനെ പ്രൗഢമായി ഇരുന്ന് സുന്നിയാണെന്ന് പറയാനുള്ള ഒരു അഭിമാന സാഹചര്യം ഉണ്ടാക്കിയ ഹസൻ മുസ്ലിയാരുടെ വാക്ക് കേട്ട് സുന്നി പറയാനാണ് ഞാൻ പഠിക്കാൻ പോയത് തന്നെ, അല്ലാതെ നിസ്കരിക്കാൻ നോമ്പ് വയ്ക്കാനും അറിയാത്തതുകൊണ്ട് പഠിക്കാൻ പോയതല്ല. സുന്നി പറയാൻ ഹസൻ മുസ്ലിയാരുടെ നിർബന്ധപ്രകാരം പഠിക്കാൻ പോയതാണ്. ആരാണ് എന്നെ ഏൽപ്പിച്ചത്, ആരാണ് നിങ്ങളെ എന്ന ചോദ്യം എന്നോട് മാത്രമല്ല ആരോടാണെങ്കിലും എന്നെ അതിലുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചത് ഇവരൊക്കെയാണ്. ഇവരെക്കാൾ വലിയൊരാൾ പിന്നെ ജനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ AD 2023 അവസാന ഘട്ടത്തിലാണ്. 2024 സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. 2024 ഒരു പ്രാധാന്യമുണ്ട്. അതായത് ഒന്നാമത്തെ വഹാബി സ്റ്റേറ്റ് തകർന്നതിന് ശേഷം ഹിജാസ് പൂർണ്ണമായി വഹാബികൾ കീഴടക്കുന്നത് 1924 അഥവാ 2024 പ്രവേശിക്കുന്നതോടുകൂടെ വഹാബിസത്തിന്റെ ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ വലവിരിച്ച് അവര് അധികാരം നേടി ഇതിന്റെ 100 വർഷം തികയുന്ന ഒരു ഘട്ടത്തിലാണ്. ഈ കഴിഞ്ഞ 100 വർഷത്തിന് മുമ്പ് 1924 വഹാബികൾ ഹിജാസ് കീഴടക്കുന്ന സാഹചര്യത്തിൽ ലോകത്തെ മൊത്തം ഇസ്ലാമിക സമൂഹത്തെ എടുത്തു നോക്കിയാൽ കുറച്ച് ഷിയാക്കൾ ഉണ്ടായിരുന്നു, അല്പം കുറച്ച് ഷിയാ പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്ന് മാറ്റിവെച്ചാൽ ലോകത്തെ പണ്ഡിത സമൂഹത്തിലെ 98% വളരെ കൃത്യമായ ബോധമുള്ള, പാരമ്പര്യ ബോധമുള്ള, വളരെ കൃത്യമായി സുന്നി സൂഫി ലൈനിൽ 4 ഒരു മദ്ഹബിനെയും അശ്അരി മാതുരീദി മാർഗത്തെയും ഖാദിരി ചിശ്തി നഖ്ശബന്ദി ഷാദുലി ഇങ്ങനെ ഏതെങ്കിലും ഒരു ആത്മീയ സരണിയെയും അംഗീകരിക്കുന്ന കൃത്യമായും പാരമ്പര്യബോധമുള്ള വളരെ അടിസ്ഥാന സുന്നി വിശ്വാസമുള്ള, ഇന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സുഭദ്രമായ വിശ്വാസമുള്ള മഹാന്മാരായ ഉലമാക്കൾ, സുന്നി ഉലമാക്കളായിരുന്നു ആ കാലഘട്ടത്തിൽ 98% ഉണ്ടായിരുന്നത്. എന്നാൽ വഹാബിസം ലോകത്തെ ഇസ്ലാമിക പൊളിറ്റിക്സിന്റെയും മത കാര്യങ്ങളുടെ മേൽ അധികാരം നേടി 100 വർഷം തികയാനിരിക്കുന്ന 2024 എന്നാൽ 100 വർഷം തികഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ സുന്നി സൂഫികൾ എന്ന് പോലും പറയപ്പെടുന്നതിൽ 90% നിലപാട് കൃത്യമല്ലാത്ത വിധത്തിൽ വഹാബിസത്തോടും തൈമസത്തോടുമെല്ലാം ഒരു സോഫ്റ്റ് ലൈൻ സ്വീകരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഒരു വ്യക്തത ലഭിക്കാതെ വസ്വാസിലേക്ക് തള്ളിവിടുന്ന രീതികളിലാണ് 90% ആധുനിക സുന്നി സൂഫി പ്രഭാഷകരും എഴുത്തുകാരും എന്ന് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? കാരണം വഹാബി പൊളിറ്റിക്സ്, പിന്നെ പണം, പിന്നെ അവരുടെ ചില ചതികൾ, കുബുദ്ധികൾ. ഗ്രന്ഥങ്ങളിൽ അവർ മാറ്റി തിരുത്തിയില്ലേ? ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് അവർ തിരുത്താത്തത്? ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തെ പ്രസിദ്ധീകരിക്കാതിരിക്കാം, പക്ഷെ ആ ഇമാം എഴുതിയതിന് നേരെ വിപരീതമായി ആ ഇമാമിന്റെ ഗ്രന്ഥങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതിയില്ലേ? എത്ര ഇമാം റാസിയുടെ പേരിൽ, എത്ര മഹത്തുക്കളുടെ പേരിൽ, ബഹുമാനപ്പെട്ട ഇമാം സ്വാബി തങ്ങളുടെ പേരിൽ, എത്ര മഹത്തുക്കളുടെ പേരിൽ അവർ എഴുതിയ കിതാബുകൾ അവർ പൊളിച്ച് മാറ്റി എഴുതി.
അപ്പോൾ ചില ചതിപ്രയോഗങ്ങൾ, പിന്നെ അവരുടെ വല്ലാത്തൊരു ഫണ്ടിങ്, പിന്നെ വല്ല ആഗോള പൊളിറ്റിക്സ്, ഇതുകൊണ്ടൊക്കെ കാരണമായിരിക്കാം ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 90% വരുന്ന ഉലമാക്കൾ, വഹാബി ഉലമാക്കൾ ഏതായാലും വഹാബികളാണ്, ബാക്കിയുള്ള സുന്നി സൂഫി ഉലമാക്കൾ എന്ന് പറയുന്നവരാകട്ടെ ഒരു തരം സോഫ്റ്റ് നിലപാടാണ് വഹാബിസത്തോടും തൈമിസത്തോടും എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദാഹരണം മാത്രമാണ് ഹംസ യൂസുഫ്. എന്നാൽ അദ്ദേഹത്തിലൊക്കെ നല്ലവരാണ്, പക്ഷേ നിലവിലവരുടെ സാഹചര്യം വിശദീകരണം ആവശ്യമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകമൊരു പ്രത്യേകമായ കാലഘട്ടത്തെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഭാഗത്ത് നിരീശ്വരവാദം, ലിബറലിസം കൊണ്ടുവരുന്ന ഇരുട്ട്, രണ്ട് വഹാബിസം കൊണ്ടുവരുന്ന വസ്വാസിന്റെ ഇരുട്ട്. ലിബറലിസത്തിന്റെ ഒരു വസ്വാസ്, അതിന് പുറമെ ഇസ്ലാമിന്റെ പേരിൽ വേറെ ഒരു വസ്വാസ്. സാധാരണ ജനങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു പണ്ഡിതന്മാർ തന്നെ ഒരേ കാര്യത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് ജനങ്ങളെ വസ്വാസിലാക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ഇതൊരു ഭയാനകമായ കാലഘട്ടമാണ്. ഞാൻ ആരും വിമർശിക്കുന്നില്ല, എടുത്തു പറയുന്നില്ല, ആർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്തരം അന്താരാഷ്ട്ര പ്രഭാഷകരെ നമ്മുടെ നാട്ടിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അവരുടെ ചിന്തകളെയും രീതികളെയും വിശ്വാസങ്ങളെയും കെട്ടുറപ്പിനെയും ഇല്ലാതെയാക്കി വസ്വാസിലാക്കുന്നതിന് പകരം നിങ്ങൾ കഴിവുള്ളവർ, ഭാഷ അറിയുന്നവർ, നല്ല മനോഹരമായി സംസാരിക്കാനാവുന്നവർ, സാഹിത്യ ഭംഗിയുള്ളവർ, ആരുടെയും മുന്നിൽ എണീറ്റ് വെക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി, സമസ്തയുടെ സ്വന്തം മുതലെന്ന് പറയാൻ മാത്രമുള്ള യോഗ്യരായ എന്റെ അനുജന്മാർ, നിങ്ങൾ എല്ലാവരും, നാം എല്ലാവരും ഒന്നിച്ച് നിന്ന് ഈ ഇരുട്ടിനെതിരെ പടപൊരുതേണ്ട ഒരു കാലഘട്ടമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യമാവുകയാണ് ഈ നൂറ്റാണ്ടിൽ. ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. ഇസ്ലാം സ്വന്തം മണ്ണിൽ വിദേശിയായി തുടങ്ങി, ഇനി അങ്ങനെ തിരിച്ചു. നമ്മളിപ്പോൾ സ്വന്തം മണ്ണിൽ വിദേശിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നില തുടർന്നാൽ തീർച്ചയായും മലബാറിൽ അഹ്ലുസുന്ന വിദേശിയായി മാറും. അഹ്ലുസുന്നയാണല്ലോ ദീൻ. നമ്മുടെയൊക്കെ മഹാനായ നേതാവ്, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഇന്നത്തെ വഴികാട്ടികളിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ്, സമസ്ത ജമിഅത്തുൽ ഉലമയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അടുത്ത കാലത്ത്, അടുത്ത ദിവസങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഇതേ ഹദീത്ത് പല തവണ പല വേദികളിൽ ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ അതീവ ദുഃഖവും എനിക്ക് തോന്നിയിട്ടുണ്ട്. തങ്ങൾ പറയാ ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. തങ്ങൾ വളരെ വികാരത്തോടുകൂടെ പറയുന്ന ആ ഒരു ഭാഷ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാം നിറഞ്ഞു നിന്ന മണ്ണിൽ ഇസ്ലാമും അന്യമായി പോകുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ മലബാറിലെങ്കിലും നിങ്ങൾക്ക് കഴിയും. നിങ്ങളും ഞാനും ആകുന്ന നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ വ്യക്തമാക്കി, നമ്മൾ മേശക്കപ്പുറം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെല്ലാം ഇരുന്ന് പരിഹരിച്ച്, അങ്ങനെയൊന്നില്ല. കാര്യങ്ങളെ നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ്. എന്തെങ്കിലും ചില്ലറ മനസ്സിലാക്കലിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് തിരുത്താവുന്ന കാര്യങ്ങളുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ആരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനിനപ്പുറം ഉള്ള ഒരു വ്യക്തിത്വം ഒന്നും നമുക്കില്ലല്ലോ. നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ദീനാണ്. പിന്നെ ഒന്ന് എനിക്ക് എന്റെ അനുജന്മാരോട് പറയാനുള്ളത്, ഇന്നുള്ളവർ എന്തു പറയുന്നു, ഇന്നുള്ള അന്താരാഷ്ട്ര പ്രഭാഷകർ എന്തു പറയുന്നു എന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ പെശുപോകും കുട്ടികളെ. നമ്മൾ നോക്കേണ്ടത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതാണ് ദീനിന്റെ കൽപ്പന. നമ്മുടെ മുൻഗാമികൾ എന്തു പറഞ്ഞു, കണ്യത്ത് എന്ത് തീരുമാനിച്ചു, സദഖത്തുൽ മുസ്ലിയാർ എന്ത് തീരുമാനിച്ചു, ബഹുമാനപ്പെട്ട മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ എന്ത് തീരുമാനിച്ചു, അബുസാദാത്ത് ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി എന്ത് തീരുമാനിച്ചു, ഇതാണ് ദീന്. മഖ്ദൂമികൾ എന്ത് തീരുമാനിച്ചു, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എന്ത് തീരുമാനിച്ചു, ബഹുമാനപ്പെട്ട മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികൾ എന്ത് തീരുമാനിച്ചു. നമ്മൾ ഇന്നുള്ളവർ എന്തു പറയുന്നു എന്നല്ല പറയേണ്ട. അവർക്ക് അവരുടേതായ പൊളിറ്റിക്കൽ ഐഡിയോളജികൾ ഉണ്ടാവും, ചിലപ്പോൾ ചില നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിനൊന്നും ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് അവരിലേക്ക് തിരിഞ്ഞു നോക്കുകയും നമുക്ക് ആവശ്യവും അല്ല. അവരുടെ സാഹചര്യങ്ങളെ പൂർണ്ണമായി വിലയിരുത്താൻ ഇപ്പൊ നമുക്ക് കഴിയില്ല. അതേ സമയത്ത് അവരുടെ രീതികൾ നമ്മുടെ രീതികളല്ലാതായിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. നമുക്ക് ഇബ്നു തൈമിയ പുറത്തു തന്നെ, നമുക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബ് പുറത്തു തന്നെ, നമുക്ക് ഷൗക്കാനി പുറത്തു തന്നെ, നമുക്ക് ഇവരെല്ലാം പുറത്താണ്. നമ്മൾ ഈ തബ്ലീഗ് ജമാഅത്ത് നമുക്ക് പുറത്തു തന്നെ.
വഹാബിസം പുറത്തു തന്നെ, ദൈവബന്ധിസം പുറത്തു തന്നെ, അഹ്ലെ ഹദീസ് പുറത്തു തന്നെ. ലോകത്തെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വഹാബിസം, അതിനു മുമ്പ് തൈമീസം, ഇതൊക്കെ പല രൂപങ്ങളിൽ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത് വളരെ കൃത്യമായി നമ്മുടെ ഉലമാ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായ അല്ലദീന അൻഅംത അലൈഹിം, നമ്മുടെ നേതാക്കന്മാർ, അവരെ കൃത്യമായി അനുധാവനം ചെയ്ത് ആ പാരമ്പര്യ സുന്നി സൂഫിസത്തെ നിലനിർത്താൻ നമുക്ക് അധ്വാനിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് സന്തോഷമായി നമുക്ക് മരിക്കാൻ കഴിയും. പിന്നെ നമുക്കൊരു ശൂമിനെയും ഭയപ്പെടേണ്ടയില്ല. നമ്മൾ ആരെയും കൊച്ചാക്കുന്നില്ല, ഒരാളെയും കൊച്ചാക്കാൻ ഞാനില്ല. അതേ സമയത്ത് സുന്നിസത്തിന് ഏതെങ്കിലും ഒരാൾ എതിര് പറഞ്ഞാൽ അവർ നമ്മുടെ നാവിന് മേലെയും ആവില്ല. എന്തുകൊണ്ട്? അത് നമ്മുടെ ഉസ്താദ്മാർ നമ്മെ ഏൽപ്പിച്ചതാണ്. അത് സമസ്തയോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. നാം ആക്കിയത് അഹ്ലുസുന്നയും സമസ്തയും മാത്രമാണ്. അതിലേക്ക് തിരിച്ചു പോകാൻ ഓരോരുത്തരും അധ്വാനിക്കണമെന്നും, നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്നും, എന്റെ അനുജന്മാർ എന്നോട് ക്ഷമിക്കുമെന്നും വിചാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്കും എന്നെ സുന്നിയാകാൻ ധൈര്യം തന്ന എൻ്റെ മഹാനായ മുറബ്ബി ഇ കെ ഹസൻ മുസ്ലിയാർക്ക് വേണ്ടിയും എൻ്റെ ഉപ്പാക്ക് വേണ്ടിയും ഉമ്മാക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്ത് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.